പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സാറ് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതെനിക്കുണ്ട്. നമുക്ക് കൺവിക്ഷൻ ഉള്ളത് നമ്മൾ പറയുന്നത് ശരിയായതുകൊണ്ടല്ല, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത്? എനിക്ക് ബോധ്യമേ ഇല്ല, പക്ഷെ ഞാൻ കുറേ കാര്യം പറയുക. ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? അതൊരു നാട്യമാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചില പഠനങ്ങളൊക്കെ രാഹുൽ പൊക്കി കാണിക്കുമ്പോൾ ആ പഠനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞതാ. ഒരു വിശ്വാസിക്ക് പിന്നെ എന്ത് പഠനം? അയാൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു പഠനവും അയാൾക്ക് ആവശ്യമില്ലാത്ത ആളാണ്. കാരണം അയാൾ വിശ്വാസിയാണ്. വിശ്വാസിക്ക് എന്തിനാണ് പഠനം? അപ്പോൾ അയാൾ ഉന്നയിക്കുന്നത് എന്തിനാണ്? എന്നെ വായടപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് ഐൻസ്റ്റൈൻ അല്ല, ഐൻസ്റ്റൈൻ്റെ അച്ഛൻ പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. അത് എടുക്കാതിരിക്കുന്നത് ഒരു വിശ്വാസിയാണ് അത് അപ്പോൾ ചെയ്യുന്നത്. അതോടെ തന്നെ അത് ഡിസ്ക്രെഡിറ്റഡാണ്. പിന്നെ അത് എടുക്കേണ്ട കാര്യം പക്ഷേ വേറൊരു കാര്യമുള്ളത്, അതിനകത്ത് യുദ്ധവിരുദ്ധ നിലപാടെടുത്തു എന്നുള്ള പേരിലാണ് ശരിക്കും അതിനകത്ത് ഒരു ഡിസ്കഷൻ നടക്കുന്നത്. ആദ്യത്തെ ഡിസ്കഷൻ തുടങ്ങുന്നത് തന്നെ യുദ്ധവിരുദ്ധമായ ഇപ്പോഴത്തെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ രണ്ടുപേരാണ് ഇവിടെ കേരളത്തിൽ ക്രൂശിക്കപ്പെടുന്നത്. ഒന്ന് സ്വരാജും പിന്നെ ഒന്ന് മൈത്രേയനുമാണ്. യുദ്ധവിരുദ്ധ നിലപാടെടുത്തതിൻ്റെ പേരിൽ പോപ്പുലർ ഫിഗേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ ആൾക്കാർ കണ്ടിട്ട് ഈ യുദ്ധവിരുദ്ധ നിലപാട് എടുക്കുന്നത് അത്ര മോശം കാര്യമായിട്ടൊരു സമൂഹത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദുരന്തമല്ലേ? ശരി, അത് പറഞ്ഞില്ലേ, ജാതി മത രാജ്യസ്നേഹ ദുരിതത്തിലാണ് നമ്മൾ. പണ്ട് കാലത്ത് ജാതിയിലായിരുന്ന ആൾക്കാർ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ജാതിക്കാരെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് മതം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് മതം നമുക്ക് ശല്യമായി തീർന്നപ്പോഴാണ് രാജ്യസ്നേഹം വന്നത്. ഇപ്പം രാജ്യസ്നേഹം ലോകത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇത്രയേ ഉള്ളത്. അതുകൊണ്ട് ഈ മൂന്നെണ്ണം ഒരുപോലെ തന്നെ അപകടകരമായ സാധനം. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്നുള്ള നിലവാരത്തിലല്ലാതെ ലോകത്ത് ഒരു ഭരണം ആവശ്യമില്ല. ക്രമീകരണ സംഘടനകളാണ് ഉണ്ടാകേണ്ടത്. ഭരണഘടന പോലും അല്ല ഉണ്ടാകേണ്ടത്, ക്രമീകരണ ഘടനയാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിന് പകരം ഹെറാർക്കിക്കലായ സ്ഥാപനങ്ങളിലൂടെ ആളുകളെ കീഴടക്കി ഭരിക്കുന്നത് ജനപ്രതിനിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണമാണ്. രാജാവിന് പകരം 25 രാജാക്കന്മാരുണ്ടായിരിക്കുന്ന ലോകത്താണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ജനാധിപത്യം എന്താണെന്ന് പോലും ഇപ്പോൾ ആൾക്ക് പറഞ്ഞുകൂടാ. ആൾക്ക് ആകെ അറിയാവുന്ന വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനാധിപത്യം കഴിഞ്ഞെന്ന്. അല്ലാതെ വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നും നമ്മൾ തുല്യരാണെന്നും നമ്മുടെ പ്രതിനിധികളാണ് ഈ രാഷ്ട്രീയക്കാരെന്നും തിരിച്ചറിയുന്നില്ല. രാഷ്ട്രീയക്കാർ ഭരിക്കാൻ പോകുന്നെന്ന് അവർ വിചാരിക്കുന്നത്, നമ്മളും വിചാരിക്കുന്നത്. ഭരിക്കാനായിട്ട് ജനാധിപത്യത്തിന് ഇല്ല. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നാണ്. ക്രമീകരണങ്ങളാണ്, അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ എന്നുള്ള നിലവാരത്തിൽ മാത്രമാണ് നമ്മൾ രാജ്യങ്ങളെ അംഗീകരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഗോത്രീയ സ്വഭാവം പലപ്പോഴും പുരോഗമനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരുമിച്ച് നിൽക്കുന്നതിന് തടസ്സം എന്താണ്? ഒരുമിച്ച് നിൽക്കാനാണല്ലോ നമ്മൾ മനുഷ്യരെന്നുള്ള നിലവാരത്തിലുള്ള കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ഒരു ജനിതകമായിട്ട് പണ്ടാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചതാണ് നമ്മളെ അല്ല, പക്ഷെ ദൈവം പലതരത്തിൽ സൃഷ്ടിച്ചു എന്നാണ് എല്ലാവരും പഠിപ്പിച്ചത്. കറുത്തവരായിട്ടും വെളുത്തവരായിട്ടും സൃഷ്ടിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കാലയെന്നാണ് ജനിപ്പിച്ചത്, തുടയെന്നാണ് ജനിപ്പിച്ചത്, തോളയെന്നാണ്, അല്ലെങ്കിൽ വായിക്കാത്തതെന്നാണ്. ഞാൻ ഹെറാർക്കി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചത്. കറുത്തവരും വെളുത്തവരും മാത്രമുള്ള സ്ഥലത്ത് കറുത്തവരായിട്ടും വെളുത്തവരായിട്ടും മഞ്ഞയായിട്ടും ചുവപ്പ് നിറത്തിലും ബ്രൗൺ നിറത്തിലും ഒക്കെ ആൾക്കാരെ സൃഷ്ടിച്ചു. വ്യത്യസ്തമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നാണല്ലോ പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ദൈവമാണ് എല്ലാവരെയും ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് പഠിപ്പിക്കുന്ന വഴി ദൈവത്തിൻ്റെ മക്കളാണെന്ന് പഠിപ്പിച്ച് ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോൾ വ്യത്യാസങ്ങൾ നിലനിർത്തി ആളുകളെ തുല്യരായി കണ്ടിട്ടല്ല. ഇതാണ് ജനാധിപത്യത്തിനകത്ത് വന്നത്. എന്താണ്? നമുക്ക് എത്ര പ്രായമുള്ള ആളായാലും എത്ര ധനമുള്ള ആളായാലും ആണായാലും പെണ്ണായാലും ആണും പെണ്ണും അല്ലാത്ത ആളായാലും ശരി, ഒറ്റ വോട്ടേ ഉള്ളൂ എന്ന് വരുന്ന നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന കാര്യമാണ് ഉണ്ടായത്. ആ ഇക്വാളിറ്റി എന്ന് പറയുന്നത് അതിനു മുമ്പ് ചരിത്രത്തിൽ ലോകത്തൊരിടത്തുമില്ല. ഇങ്ങനൊരു കോൺസെപ്റ്റേ ഇല്ല. ഏകത്വമല്ല തുല്യത. ഇന്ത്യക്കാരൻ ഏകത്വമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സകല വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി ബ്രഹ്മം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വയ്ക്കുന്ന സമയത്ത് അതിനകത്ത് വ്യത്യാസങ്ങളുടെ മേഖലയില്ല. നമ്മളങ്ങനല്ല. വ്യത്യാസങ്ങൾ നിലനിൽക്കെ നിയമത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെ തുല്യരായിരിക്കുന്നു എന്നാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ കേന്ദ്രം. ആ സ്ഥലത്ത് അതിനനുസൃതമായ അംഗീകാരവും തുല്യതയും പാലിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഇതുവരെ ഇന്ത്യൻ ക്ലാസ് റൂമുകളിൽ, ഒറ്റ ക്ലാസ് റൂമിൽ ഇതുവരെ ഭരണഘടന വായിച്ചിട്ട് ഇപ്പോഴും നമ്മൾ ഈ കൂട്ടപ്രാർത്ഥനയാണ് നടത്തുന്നത്. അത് ഏതെങ്കിലും മതത്തിൻ്റെ ദൈവത്തിനെ എടുത്തു കളഞ്ഞിട്ട് കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് പുരോഗമനപരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവം മേളിലാണ്, അതിൻ്റെ താഴെ രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഭരണാധികാരി. ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ആ ഹെറാർക്കിയാണ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എങ്ങനെ തുല്യത പഠിപ്പിക്കും? പ്രാർത്ഥന നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞിട്ടുള്ളത്.
അവിടെ ഭരണഘടന പഠിപ്പിക്കുകയും തുല്യതയെപ്പറ്റി പഠിപ്പിക്കുകയും തുല്യരായ പൗരന്മാരായി എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതാണ് ക്ലാസ് റൂം ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞത് അനുസരിച്ച് ഞാൻ ഇന്ത്യക്കാർ രാഷ്ട്രീയക്കാരാകരുതെന്ന് പഠിപ്പിച്ചിരുന്ന ക്ലാസ് റൂംസ് ആണ് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ജനാധിപത്യപരമായ പൗരന്മാരെ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നത്. അവിടെ നമ്മുടെ ഭരണഘടന പഠിപ്പിക്കണ്ടേ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്? അത് തൊട്ടിട്ടില്ല. ജാതി അനുസരിച്ചിട്ട് ആ കാലഘട്ടത്തിന് ജാതി അനുസരിച്ച് മുൻജാതിക്കാർ ഉയർന്ന ജാതിക്കാരെന്നുള്ള സങ്കല്പം നിൽക്കുന്നതാണ് കണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ബെഞ്ചിട്ടിട്ട് പുറകിൽ പിൻജാതിക്കാരെ ഇരുത്തിയിരുന്നതാണ് ക്ലാസ് റൂം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ പഠിപ്പിക്കുന്ന ഇടമായി ക്ലാസ് റൂംസ് തുടങ്ങി നമ്മൾ ജനിക്കുന്ന വീടുകൾ മുഴുവൻ ജാതി മതം അനുസരിച്ചിട്ട് അന്യരെ വെറുക്കണമെന്ന് പഠിപ്പിക്കുന്ന വീടുകളിലുമാണ് നമ്മളുള്ളത്. എവിടെയാണ് നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ഏരിയകൾ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലഹരിക്ക് അനുകൂലമായി സംസാരിക്കുന്ന മൈത്രേയനെ പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൈത്രേയൻ സംസാരിക്കുന്നത് ലഹരിക്ക് അനുകൂലമല്ല. ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള മൈത്രേയൻ്റെ നിലപാടാണ് ആ പറയുന്നത്. അത് നമുക്ക് ഡിബേറ്റബിൾ ആണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ലഹരിക്ക് അനുകൂലമായിട്ടാണ് മൈത്രേയൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതല്ല, എന്നെ പ്ലേസ് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനും ലഹരി ഉപയോഗിക്കാത്തവനും ലഹരിക്ക് അനുകൂലവും പ്രതികൂലം എന്ന് പറയുന്നത് ബൈനറിയിൽ അവർ പെടുത്തുന്നതുകൊണ്ടാണ് ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. മോഷണം എന്താണ് ശിക്ഷിക്കപ്പെട്ടവരെ അടുത്ത് മനുഷ്യത്വപരമായി പെരുമാറണം എന്ന് പറഞ്ഞാൽ മോഷണത്തിന് വേണ്ടി നമ്മൾ ബാധിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ അത് അവതരിപ്പിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള പ്രാക്ടീസസുമായി കഴിയുന്ന മനുഷ്യരെ എങ്ങനെയാണ് ജാതിയും മതവും ഒക്കെ നിലനിൽക്കെ തന്നെ ജനാധിപത്യം പഠിപ്പിച്ച് എങ്ങനെയാണ് ആളുകളെ ഏകോപിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആളുകളെ വെറുക്കാൻ പഠിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്, ജാതി അനുസരിച്ച് വെറുക്കാൻ പഠിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്, മതം അനുസരിച്ച് വെറുക്കാൻ പഠിപ്പിക്കാതിരിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പം നമ്മൾ ജാതി നിലനിർത്താനും മതം നിലനിർത്താനുമാണ് പറയുന്നതെന്ന് പറയുന്ന പോലാണ് ഇത് പറയുന്നത്. ലഹരി ഉപയോഗിക്കാൻ എപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളല്ലേ. ഞാൻ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ഒരു ലോകമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. അത് ആളുകൾ ചെയ്യും. അതിന് അഡിക്ഷൻ ഉള്ളവരുണ്ട്, ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ട്, ആ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാരും ഉപയോഗിക്കുന്നവരുമുണ്ട്, അഡിക്ഷൻ ഉള്ളവരുണ്ട്. ഞാൻ നമുക്ക് മദ്യം ഉപയോഗിക്കുന്നവർ മുഴുവൻ പേരും എന്താണ് അമിത മദ്യപാനികൾ ആകുന്നില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനെ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. അത് രോഗാതുരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഇത് ഉപയോഗിക്കുന്നവർ മുഴുവനും അഡിക്റ്റീവായി മാറും, ജീവിതത്തിൽ ഒരിക്കലും ഇത് ഉപയോഗിച്ചാൽ കംപ്ലീറ്റ് ആയിപ്പോ എന്നൊക്കെ പറയുന്നുള്ള ഉമ്മാക്കി പറയുന്ന പോലെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയരുതെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ലോകത്തുണ്ട്. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന അറിവ് കൊടുക്കേണ്ടതുണ്ട്. ലൈംഗികതയെ പറ്റിയുള്ള അറിവ് കൊടുക്കാത്തതുപോലെ തന്നെയാണ് ഇതൊക്കെ. ഇത് രഹസ്യമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഒരു അധോലോകം ഇതിനു വേണ്ടി അവസാനം ഉണ്ടാകും. ഞാനതുകൊണ്ടാണ് ഈ നിരോധനത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിരോധിക്കുന്ന ഏതും രഹസ്യമായി തുടരും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനെ സമീപിക്കുന്ന രീതി നിയന്ത്രിതമായി എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടതെന്നുള്ളതാണ് ഈ പറയുന്നത്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊരു ഉയർന്ന സമൂഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അത്തരത്തിൽ ഉയർന്ന സമൂഹം ആകാശത്തുനിന്ന് വീഴത്തില്ല. വണ്ടി ഓടിച്ചവർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വണ്ടി പഠിക്കാനായിട്ട് ആരും സമ്മതിക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതെന്തൊരു അസംബന്ധം പിടിച്ച പറച്ചിലാണ്. പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? നമ്മൾ ഒരിക്കലും നന്നാകത്തില്ല എന്നാണ് ആദ്യമേ തീരുമാനിച്ചു. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ആയത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ ഈ ഉദാഹരണമൊക്കെ പറയുമ്പം സമാനതയുള്ളത്, അല്ലാതെ എന്താണ് ഇവിടുത്തെ യുക്തിവാദികളുടെ ഉണ്ട് ഫലസി എന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാം തർക്കശാസ്ത്രം പഠിച്ചത്, നമ്മളെല്ലാം തർക്കശാസ്ത്രം അറിഞ്ഞുകൂടാത്തവരാണ്. മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്, അല്ലാതെ അത് ഇക്വേറ്റ് ചെയ്യുമൊന്നുമല്ല. ഇപ്പോൾ ഇത് അങ്ങോട്ട് പറഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ കുറേ യുക്തിവാദികൾ മാറിയിരുന്ന് ഇത് ഇന്ന ഫലസിയാണ് ഇവൻ പറയുന്നതൊക്കെ പറഞ്ഞു തുടങ്ങും. അസംബന്ധം പിടിച്ച കാര്യങ്ങൾ. രാഹുൽ ഒരു ലോജിക്കൽ ഫാലസിയെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ലോജിക്കൽ ഫലസി ഇവനൊക്കെ എന്തിനാണ് പറയുന്നത്? വിശ്വാസിക്ക് എന്ത് ലോജിക്ക്? ഒരു ലോജിക്കും ഇല്ലാതിരിക്കുന്നതിന് ഒരുത്തിന് മാത്രമേ വിശ്വാസിക്കാൻ നടക്കത്തുള്ളൂ. പിന്നെ അവൻ നമ്മുടെ അടുത്ത് ലോജിക്കൽ ഫലസി പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ അസംബന്ധം പിടിച്ച നിലപാടുകളല്ലേ. വിൻ ചെയ്യാൻ വേണ്ടി ഏത് ആർഗ്യുമെൻറ്റും ആൾക്കാർ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ മീനിങ് ഒന്നുമില്ല. നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ഈ തരത്തിലുള്ള സമീപന രീതികൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്.
അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ എടുക്കുന്ന മുഴുവൻ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇത് സമാനമായി കറക്റ്റായ ഉദാഹരണമാണോ എന്നൊക്കെ ചോദിക്കുന്നതല്ല. ഒരു ലോജിക്കലായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ പരിചിതമായ ലോകത്തേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാലേ അത് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള മേഖലയിലാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കാറുള്ളത്. അല്ലാതെ ഇക്വേറ്റ് ചെയ്യുക അല്ല. അത്രയൊക്കെ ആളുകൾ അറിയേണ്ടതുണ്ട്.